ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ 34-ാം തിരുവചനമാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്ന എന്തെന്ന് അവർ അറിയുന്നില്ല. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളേറെ കേട്ട് പരിചയമുള്ള ഒരു തിരുവചന ഭാഗമാണിത്. കുരിശിലെ ഈശോയുടെ വാക്യങ്ങളിലെ സപ്തവാക്യങ്ങളിലെ ഏറ്റവും ആദ്യത്തെയാണ് ഈ തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 23-34-ാമത്തെ തിരുവചനം. രണ്ടാം തിരുവചനം എങ്ങനെയാണ്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടി പർദീസായിലായിരിക്കണം, മനസ്സിലായിരിക്കും. ലൂക്ക 23:43. മൂന്നാമത്തത്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ സുവിശേഷം 19:26-27 തിരുവചനങ്ങള്. നാലാമത്തെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? മർക്കോസ് സുവിശേഷം 15:34. അഞ്ചാമത്, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:28. എല്ലാം പൂർത്തിയായിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 19:30. ഏഴാമത്തെ തിരുവചനം, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ലൂക്ക 23:46. നമ്മൾ ഈ സുവിശേഷ ഭാഗത്തെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് ഈശോ മിശിഹായുടെ ഒരു പഴയ നിയമത്തോട് സംസാരിച്ച ഒരു തിരുവചനം പൂർത്തിയാകുകയാണ്. നിയമാവർത്തന പുസ്തകം 21:8 നമ്മുടെ പ്രകാരം സഭ നമ്മൾ പഠിപ്പിക്കുകയാണ്, കർത്താവ് അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിച്ചാലും നിർദോഷകൻ രക്തം ചിന്തിയെന്ന കുറ്റം അവരുടെ മേലെ ആരോപിക്കരുതേ. നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം അവരോട് പൊറുക്കണമേ. ഇവിടെ നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുമ്പോഴും പഴയ നിയമത്തിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്ത ആ വചനത്തിന്റെ ഒരു പൂർത്തീകരണവും കൂടിയാണ് ഈശോയുടെ ഈ വചനത്തിലൂടെ എന്ന് സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ വചന ഭാഗങ്ങൾ ഈശോ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറയുക. അപ്പോൾ ക്ഷമയുടെ വലിയ പാഠങ്ങള് ഈശോ ജീവിതത്തിൽ കാണിച്ചു തന്നത്, ഈശോ പഠിപ്പിച്ചത്, ഈശോ തന്നെ അങ്ങനെ ആയിരിക്കുന്നത്, നമ്മളോടുള്ള ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് സ്വർഗം വിട്ട് മനുഷ്യനായി അവതരിച്ച് അവസാനം സ്വന്തം കുരിശിലെ സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് അവിടുന്ന് നമ്മളെ പാവത്തിന്റെ പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതമാക്കുന്ന സുന്ദരമായിട്ടുള്ള നിമിഷമാണ്. ഈശോ ക്ഷമയെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ 2-3 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് നിർദ്ദയനായ ഭൃത്യന്റെ ഉപമയാണ്. എന്നിട്ട് ഈശോ പറയുക, എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ കർത്താവ് ഈശോ മിശിഹ പറയുക. ഈശോ പറയുകയാണ് 22-ാം തിരുവചനത്തില്, 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ 7 പ്രാവശ്യം വെച്ചാൽ മതി ചോദിക്കുമ്പോൾ അല്ല, 70 പ്രാവശ്യം, 70 പ്രാവശ്യം. ചില കണക്കുകൾ പറയുകയാണ് 490 പ്രാവശ്യം ഒരു ദിവസം അങ്ങനെ ചോദിച്ചാലും നമ്മൾ ക്ഷമിക്കണമെന്നാണ് പറയുക. അപ്പൊ തീർച്ചയായിട്ടും ക്ഷമയ്ക്ക് ഒരു പരിധിയില്ല എന്നുള്ളത് കർത്താവ് നമ്മൾ ഓർപ്പിക്കുകയാണ്. ഏതൊരു മത്തായി സുവിശേഷം 18:35 ഒരു ഭാഗം പറയാം, നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇത് തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷമിക്കാനായിട്ട് പ്രബോധം തന്ന ഈശോ, അത് ഉപമകളിലൂടെ നമ്മളെ പഠിപ്പിച്ച ഈശോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് തന്ന പ്രാർത്ഥനയുണ്ട്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില് 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിലെ 14-15 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുകയാണ്. 14-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. 15-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. എന്നിട്ട് കർത്താവ് സ്വർഗ്ഗസ്ഥനായ ആദ്യ ഭാഗത്ത് പറയുന്ന ഭാഗമുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ ക്ഷമ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക പാഠമാണെന്ന് ഈശോ സ്വന്തം ജീവിതത്തിലൂടെ പ്രബോധനങ്ങളിലൂടെയും നമ്മളോട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ അങ്ങനെ ഈശോ പഠിപ്പിച്ച കാര്യം കുരിശിൽ കടന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇവരോട് ക്ഷമിക്കണമേ. കാരണം അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. നമ്മൾ നിയമാവർത്തന പുസ്തകം 21:8 കണ്ടതുപോലെ, നിഷ്കളങ്ക രക്തം ചീന്തിയെന്ന കുറ്റം അവരുടെ മേല് ആരോപിക്കരുതേ, അവരോട് പൊറുക്കണമേ. ഇവിടെ കുരിശിന്റെ ആ ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. പുസ്തക വ്യാഴാഴ്ച കർത്താവിനെ പിടിച്ച്
രാത്രി വിചാരണ നടത്തി തടങ്കലിലിട്ട് മർദ്ദിച്ച് പിറ്റേ ദിവസം വിചാരണ നടത്തി കർത്താവിനെ കുരിശിലേക്ക് കൊണ്ടുപോവുകയാണ്. നിന്ദനങ്ങളും അപമാനങ്ങളും വാക്കുകളും ൂക്കുവിളികളും എല്ലാം നിറയുന്ന ഒരു അന്തരീക്ഷം. അപ്പൊ അങ്ങനെ കർത്താവിന് ആശ്വാസം കിട്ടുന്ന കുറച്ച് വ്യക്തികൾ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, സ്ത്രീകളുടെ സമാശ്വാസം, ശിമയോന്റെ കുരിശ് വഹിക്കല്, വെറോനിക്കയുടെ തുരുമ്പം തുടക്കല്, ശിഷ്യന്മാരിലെ യോഹന്നാനെ ഒഴിച്ച് വേറെ ആരും കാണുന്നില്ല എന്നുള്ളത് ഈശോയെ വേദനിപ്പിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെ വളരെ നിന്ദ്യമായിട്ടുള്ള ഘോരമായിട്ടുള്ള ഒരു അവസരത്തില് അവര് കർത്താവിനെ ക്രൂരമായ കുരിശിൽ തറച്ച് കുരിശിൽ നാട്ടിയിട്ട്, നമുക്കറിയാം അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലുള്ള ഈശോയാണ് പറയുക. ഈശോ ആദ്യത്തെ സംഭാഷണം കുറിച്ച് കിടന്നുകൊണ്ട് ജനത്തിന് വേണ്ടിയിട്ട് താൻ എന്തിനു വേണ്ടി ലോകത്തേക്ക് വന്നുവോ അവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോടുന്ന സ്നേഹ സംഭാഷണമായിട്ട് ഈ ആദ്യത്തെ വചനം മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തെ കുരിശുകളോട് നമ്മൾ കാണിക്കുന്ന മനോഭാവങ്ങൾ എന്താണെന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഒരു സ്നേഹ സംഭാഷണം നടത്താൻ നമുക്ക് പറ്റുമോ? പിതാവായ ദൈവത്തോട്, ഈശോയോട് സ്നേഹ സംഭാഷണം നടത്താനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഈ കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് ജീവിതത്തിൽ കുരിശയാത്ര മുന്നോട്ടാകാൻ വേണ്ടി നമ്മൾ കഠിനമായിട്ട് ഈശോയോട് കൃപയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, നമുക്ക് ഇങ്ങനെയുണ്ട്, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയാനായിട്ടുള്ള ഒരു വലിയ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് കൃപയായിട്ട് അനുഗ്രഹമായിട്ട് മാറുക എന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ശത്രുക്കളോട് ഒരു പ്രഥമ പരിഗണന കൊടുക്കുന്ന ഒരു മനോഭാവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഈശോ ശത്രുക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. ഇവര് ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയാത്താല് നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ അധ്യയനത്തിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, ജീവിതത്തിന്റെ ക്ലേശത്തിന് മധ്യ കിടക്കുകയാണെങ്കിൽ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ ഹൃദയപൂർവ്വം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് അവരെ ന്യായീകരിക്കുകയാണ്. നമ്മൾ പറയല്ലേ, നാം ചുമ്മാ ഇരിക്കാൻ പറയുന്നു. കർത്താവ് ന്യായീകരിക്കുക. അവര് ചെയ്യുന്നത് അവരോട് അറിയാതെ കൊണ്ടാണ്. നമ്മളെ ന്യായീകരിക്കുന്ന ഒരു കർത്താവ്, എത്രയോ വലിയ സ്നേഹമാണ് ഈശോ നമ്മളോട് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. നമ്മള് നത്താലിയയുടെ ജീവിതത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഹംഗറിയിലെ വിശുദ്ധ നത്താലിയയുടെ ജീവിതത്തിൽ നത്താലിയയോട് കർത്താവ് പറയുന്നുണ്ടെന്ന കാര്യമുണ്ട്. നമുക്കറിയാം, ഇതുപോലെയുള്ള ഒരു സന്ദർഭം വരികയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? വലിയൊരു ഡിപ്രഷൻ ആയിരിക്കും. കുരിശി കിടക്കുന്ന അവസ്ഥത്തുണ്ടാകുന്ന ഡിപ്രഷനാണ്. അപ്പൊ ഈശോ നത്താലിയോട് പറയുകയാണ്, ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ നീ പറയേണ്ടത് എങ്ങനെയാണ്? എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയണം. സാധാരണ നമുക്കാണെങ്കിലോ ഈശോയ്ക്ക് വിനാഗിരി കൊടുത്തു പറഞ്ഞപ്പോൾ വിനാഗിരി കർത്താവ് സ്വീകരിച്ചില്ല. രണ്ടാമത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, മനുഷ്യ പ്രകൃതിയുടെയാണ് വേദന ചെറുക്കുക എന്നുള്ളത്. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു വേദന വന്നാൽ ഉടനെ ഡോക്ടറെ കാണാൻ പോയി, ഉടനെ വന്നു പോരുന്നല്ല ഞാൻ പറയുക. തീർച്ചയായിട്ടും എന്നാൽ നത്താലിയയോട് ഈശോ പറയുകയാണ്, നീ പോകുക, വേദന ചെറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളുക, സാരമില്ല. എന്നാൽ വേറൊരു കാര്യം കൂടി, പ്രധാന കാര്യം, നീ സ്നേഹത്തോടെ ആ മുള്ള് അണിയുക എന്നുള്ളതാണ്. വേദനയാകുന്ന മുള്ള് അണിയാനായിട്ട് ഈശോ കുരിശിൽ കടന്ന് വേദനയാകുന്ന മുള്ള് അണിഞ്ഞ് ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഒരു ഹൃദയത്തിന്റെ മനോഭാവം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണ്ണ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണല്ലോ മത്തായിയുടെ സുവിശേഷം 5:48 സ്വർഗ്ഗസ്നായ പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണനായിരിക്കുക എന്നുള്ളത്. അപ്പൊ ഈശോയോട് ഈ നത്താലിയ ചോദിക്കുന്നത്, കർത്താവ് എങ്ങനെയാണ് ഈശോയെ പോലെ പരിപൂർണരായിരിക്കാൻ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ആയിരിക്കാനായിട്ട് ആർക്ക് കഴിയും? ഈശോ പറയാണ്, ഒരാത്മാവ് എന്നിൽ വസിക്കുന്നുവെങ്കിൽ അപ്പോൾ ഞാനാണ് ആത്മാവിലുള്ള പരിപൂർണ എന്ന് പറയുക. അപ്പൊ നമ്മളെ ഈശോയുടെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ പരിപൂർണതയുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പരിപൂർണതയുള്ള വ്യക്തിയായിട്ട് മാറാനായിട്ടുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഈ ഭാഗം നമ്മളെ പ്രത്യേകമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാനായിട്ട് ശത്രുക്കളെ ന്യായീകരിച്ചതുപോലെ നമുക്കറിയാം, ഈ ക്ഷമിക്കുന്ന ഒരു ക്ഷമയുടെ സ്നേഹം, നമുക്ക് ക്ഷമിക്കുന്ന സ്നേഹം, ദൈവിക ഭാവം എന്നൊക്കെയുള്ള ഗാനങ്ങളൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ ക്ഷമ അനുഭവിച്ച സദാദ്യം പറയുകയാണ്, ഇവൻ ദൈവപുത്രനാണ്. ഈശോയുടെ ക്ഷമയുടെ ഹൃദയം തുറന്ന് ആദ്യത്തെ രക്തത്തുള്ളി വീണ് ലൊങ്കീനോസ് കാഴ്ചയുള്ളവനായിട്ട് മാറുന്നവരെയാണ്.
കർത്താവിന്റെ ക്ഷമ അറിഞ്ഞ സാവൂള് പൗലോസായിട്ട് മാറി. നമുക്കറിയാം സിസ്റ്റർ റാണി മരിയായ, വാഴ്ത്തപ്പെട്ട റാണി മരിയായുടെ ഘാതകന് ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറി. വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയെ വധിക്കാൻ ശ്രമിച്ച അലിയഹ നമുക്കറിയാം മാനസാന്തരത്തിന്റെ ഫലങ്ങളിലേക്ക് വരിക. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷമിക്കുന്നത് വലിയ അനുഗ്രഹത്തിന്റെ വഴികളായിട്ട് മാറും. നമ്മൾ ക്ഷമിക്കും, നമുക്കും അത് മറ്റുള്ളവർക്കും ദൈവാനുഗ്രഹത്തിന്റെ കൃപയുടെ ചാലിലേക്ക് എത്തിക്കുന്ന ഒന്ന് അവസരമായിട്ട് മാറുമെന്നുള്ളത് പ്രിയപ്പെട്ടവർ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ അറിയാതെ പോയ പാവങ്ങൾക്ക് മാപ്പ് കിട്ടുമോ? ഈശോ പറയും തീർച്ചയായിട്ടും അറിയാതെ പോയതിന് നമുക്ക് മാപ്പ് കിട്ടും. പാവനിയായ സ്ത്രീയോട് പറയാണ്, നീ മേലിൽ പാവം ചെയ്യരുത്. ഈശോ പാവത്തെ അല്ല വിധിക്കുക, പാവത്തിന്റെ എണ്ണത്തെ അല്ല പറയുക, മാനസാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയാൻ നീ പാവം ചെയ്യരുത്. കൽപ്പനകൾ പറയാൻ നീ ചെയ്യരുത്. ഈ ഇന്ന കൽപ്പന പാപം ചെയ്തോ എന്നല്ല ചോദിക്കുക, നീ പാപം ചെയ്യും. അപ്പം പ്രിയപ്പെട്ട നമ്മുടെ ഈ നോമ്പിന്റെ ഈ കാലഘട്ടങ്ങളിൽ 38ാമത്തെ ദിവസം, ഇന്ന് 40ാം വെള്ളിയൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, നീ പാപം ചെയ്യരുത്, നീ ക്ഷമിക്കണം. അങ്ങനെ വരുമ്പോൾ നിനക്ക് പൂർണ്ണമായിട്ടുള്ള കൃപയിലേക്ക് വളരാനായിട്ട് സാധിക്കും. എന്നാൽ പിന്നെ കർത്താവിനെ അറിയാമായിരുന്ന കർത്താവ് അറിയാതെ ജീവിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക? കർത്താവ് അറിയാൻ സാധ്യത ഉണ്ടായിട്ടും അറിയാതെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ ക്ഷമയുടെ ഒരു പാഠം അഭ്യസിക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിയും. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ നാവ് ആരും മുറിച്ചു കളയാൻ പാടില്ല. നല്ല വാക്ക് സംസാരിക്കുന്ന, നല്ല ചിന്തകള് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. പഴയ നിയമത്തില് ഈ കുരിശിൽ തറയ്ക്കപ്പെട്ടവരെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് കുരിശിൽ കിടന്നുകൊണ്ട് പറയും, കുരിശിൽ തറയ്ക്കപ്പെടുന്നവര് അവർ ജനിച്ച ദിവസത്തെയും സ്വന്തം മാതാപിതാക്കളെയും കുരിശിൽ തറച്ചവരെ ശവിക്കും, ചുറ്റും നിൽക്കുന്നവരുടെ നേരെ തുപ്പും എന്നാണ് ഈ സേനഖ എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ കാര്യം പറയുക. സിസ്ര പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യമുണ്ട്. കുരിശിൽ തറയ്ക്കപ്പെട്ടവര് ശാപവും അസഭ്യവാക്കുകളും നിർത്താതെ പുലമ്പുന്നത് കൊണ്ട് പലപ്പോഴും അവരുടെ നാവ് മുറിച്ചു മാറ്റാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ ധ്യാന ദിവസങ്ങളിൽ ഈ ചിന്തകളോട് കടന്നു പോകുമ്പോൾ നമ്മുടെ നാവിന്റെ ഒരു വിശദീകരണം കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. യാക്കോബ് നമ്മൾ പറയുന്നത് ഒരു നാവ് കൊണ്ട് സ്തുതിക്കുക, ഒരു നാവ് കൊണ്ട് ശപിക്കുക. ഇത് ശരിയല്ല എന്ന് പറയുന്നത് യാക്കോബ് നമ്മൾ ഓർപ്പിക്കുക, നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈശോയുടെ വചനം നമുക്ക് കരുത്തായിട്ട് ബലമായിട്ട് മാറണമെന്ന കാര്യം കൂടെ നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെയാണ് ഇന്ന് ക്രിസ്തു ശിഷ്യരെ വേട്ടയാടപ്പെടുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ആ വേട്ടയാടപ്പെടുന്ന സന്ദർഭങ്ങളിലും നമുക്ക് എന്ത് മനോഭാവം ഉണ്ടാകണം? കർത്താവെ അവരോട് ക്ഷമിക്കണമേ, അവരുടെ പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. നമുക്ക് ജീവിക്കാൻ അവകാശമല്ല എന്ന് പറയുന്ന ഒരു ലോകത്തിലും സാഹചര്യങ്ങളിലുമാണ് നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുക. ക്രൂശിതന്റെ ജീവിതം നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അവിടുത്തെ പ്രതി ജീവിക്കാൻ സഹിക്കാനുള്ള അവസരം അത് കൃപയായിട്ട് മാറ്റാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ മാറണം. അങ്ങനെയാകുമ്പോഴാണ് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നതായിട്ട് മാറുക. അതുകൊണ്ട് സാത്താൻ വിജയിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ പരാജയപ്പെടുന്നുള്ള അവസരങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ കരുണപൂർവ്വം അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ തന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് ഷിബുവിനോടും മാണി സാറിനോടും ഹോളിഫോ മിനിസ്ട്രിയുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഈശോ നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുരിശ് യാത്ര മുന്നോട്ട് പോകാനുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആശീർവാദം കൂടി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.